മഴത്തോരും മുമ്പിലെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ വൈജയന്തിയടുത്താണെങ്കിലും നമ്മളെ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് അമ്മയുടെ വീടല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് വൈജയന്തി പറയുന്നുണ്ട്, അയ്യോ ഇത് എൻ്റെ വീടൊന്നുമല്ല, ഇതാണെങ്കിൽ അലീനയുടെ വീടാണെന്നൊക്കെ നമ്മളെ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അലീന കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അലീനയെ വിഷമിച്ചൊക്കെ നിൽക്കുന്നതൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആണെങ്കിൽ നമ്മൾ കമലേട്ടത്തി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമലേട്ടത്തി ആണെങ്കിൽ നമ്മൾ ശിവേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തായി പിന്നെ നമ്മളെ ബാലേന്ദ്രനും വൈജയന്തിയും തമ്മിൽ കണ്ടോ, അവർ തമ്മിൽ എന്തെങ്കിലും വഴക്കായോ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, എന്തെങ്കിലും പൊട്ടിത്തെറിയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ പറയുന്നുണ്ട് നമ്മൾ കമലേട്ടത്തി, ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഉടനെ ഇന്ന് രാത്രി തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കോളൂ എന്നൊക്കെ നമ്മളെ കമലേട്ടത്തി പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിലും നമ്മളെ ബാലേന്ദ്രനാണെങ്കിലും മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി പോകുന്ന സമയത്താണെങ്കിൽ നമ്മളെ വൈജയന്തി ആണെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലോട്ട് കയറി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ബാലേന്ദ്രനെ കാണുന്ന സമയത്ത് കണ്ണൊക്കെ ഉരുട്ടിയൊക്കെ നമ്മളെ വൈജയന്തി ഒന്ന് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബാലേന്ദ്രനാണെങ്കിലും നമ്മളെ വൈജയന്തി ഒന്ന് നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒന്നും പറയാനോ വയ്ക്കാനോ ഒന്നും നമ്മൾ ബാലേന്ദ്രനെ നിൽക്കുന്നില്ല. കാരണം നമ്മളെ കമലേട്ടത്തി വിചാരിച്ച അടിയും വഴക്കൊന്നും അവിടെ നടന്നൊന്നുമില്ല. പിന്നാണെങ്കിലും നമ്മൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മയെ വന്ന് രോഹിത്തേട്ടനെ കാണാൻ, രോഹിത്തേട്ടൻ്റെ സുഖമില്ലായിരുന്നു, പനിയും ഇതൊക്കെയാണ്, അമ്മ വന്ന് കാണാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ കൃഷ്ണമോളാണെങ്കിൽ നമ്മളെ വൈജയന്തി വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമ്മളെ രോഹിത്തിനെ കാണുമ്പോൾ തന്നെ നമ്മളെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്തൊരു മാനക്കേടാടാ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഞാനാണെങ്കിൽ ഇതിനൊക്കെ ഒരു മാനക്കേടാണെങ്കിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛനും മക്കളും ഒന്നും വേണ്ടാന്ന് വരെ എനിക്ക് തോന്നിപ്പോയെന്നൊക്കെ നമ്മളെ രോഹിത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്നത് നമ്മളെ രോഹിത്തിനാണെങ്കിൽ വീണ്ടും വയ്യായിക കൂടെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമ്മളെ വൈജയന്തി വന്ന സ്ഥിതിക്കാണെങ്കിൽ ഇനിയിപ്പോൾ ആ വീട്ടിൽ ആർക്കും ഒരു സ്വസ്ഥതയും സമാധാനവും കാണത്തില്ല. അതൊക്കെ ആയിരിക്കും ഇനി അടുത്തുള്ള എപ്പിസോഡൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളും, ബെല്ലൈക്കൻ ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യണേ.